ഹായ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് നല്ല നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട്. നെയ്ച്ചാള പൊള്ളിച്ചതും നല്ല മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും. ഉം. ഒരു കിടുക്കാച്ചയായിട്ട് വേണം. വാ. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ചാള പൊള്ളിച്ചതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നല്ല പെതക്കണ ചാള വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. നല്ല ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടില്ലനാണ്, ഒരു രക്ഷയിലെ അടിപൊളി ചാളയാണ്, നല്ല നെയ്ച്ചാളയാണ്. ഈ ചേച്ചിയാണ് നമുക്ക് ക്ലീൻ ചെയ്ത് തന്നെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ മധുരക്കിഴങ്ങെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു. ഇത് വേറൊന്നുമല്ല, നമ്മൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് മധുരക്കിഴങ്ങൊക്കെ എടുത്ത് വെക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. അതിനുവേണ്ടി മത്തി ക്ലീൻ ചെയ്ത മത്തിയാണ്. അപ്പോൾ ക്ലീൻ ചെയ്ത മത്തി ഇങ്ങനെ ഒരു വര മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അധികം മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ അധികം വരയൊന്നും ഞാൻ ഇടുന്നില്ല. പക്ഷേ ഇത് ഒറ്റ വര മതി. കാരണം നമുക്ക് ഇതിനകത്ത് കുടംപുളിയും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മത്തിയിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും വേണം. അതിനുശേഷം ഈ കാണുന്ന മത്തി, ക്ലീൻ ചെയ്ത മത്തിയിലേക്ക് ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഈ മസാലക്കൂട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ മാറ്റിവെക്കും. അതിനുശേഷം വേണ്ടത് ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, അതുപോലെ തന്നെ കാന്താരി മുളക്, ഇഞ്ചി. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ മത്തി ഇന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സവാള നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരുപാട് ഫംഗസുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സവാള വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ക്ലീൻ ചെയ്യണം. പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹോട്ടലുകൾ അതുപോലെ തട്ടുകടകളിലൊക്കെ എല്ലാവരും നല്ല പറയുന്നത്, പലരും ഞാൻ കണ്ടിട്ടുണ്ട് ക്ലീൻ ചെയ്യാതെ തൊലി കളഞ്ഞ് നേരെ അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അരിയുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഫംഗസുകൾ, ആ ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നൊക്കെ ഫംഗസാണ്, അതെല്ലാം വൃത്തിയായിട്ട് കഴുകിയാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ നമ്മുടെ സവാളയുടെ ഒരു ലെയർ കൂടി പൊളിച്ച് കളയാറുണ്ട് കേട്ടോ. വേറൊന്നും ഉണ്ടായിട്ടല്ല, നമുക്ക് ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ട്, ഇനിയും വല്ല അഴുക്കോ അല്ലെങ്കിൽ ഫംഗസോ ഉണ്ടാവുമോ എന്നൊരു പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലെയർ കൂടി ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ടാണ് സവാള അരിയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ അരിയുന്നത് കണ്ടാൽ തന്നെ അറിയാം, സ്ഥിരം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ അരിയാൻ സാധിക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നിട്ടെന്നുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഇത് സവാള അരിയുമ്പോൾ ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട്, കാരണം നിങ്ങൾ ബോറടിക്കണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കി ഒരു ലെയർ കൂടി ഞാൻ പൊളിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അരിഞ്ഞു തുടങ്ങാം. ഇത് ഇത്തിരി സ്പീഡിലാണ് കേട്ടോ അരിയുന്നത്, വേറൊന്നുമല്ല, ഇത്തിരി സ്പീഡാക്കിയതാണ് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ രണ്ടാമത്തെ സവാളയും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തക്കാളി ഉണ്ട്, ആ തക്കാളി അരിഞ്ഞതുപോലെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കാന്താരി മുളകും. ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം ചട്ടി വയ്ക്കുക. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആദ്യം ഞാൻ ഇട്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പിന്നെ ബാക്കിയുള്ള സവാളയും അതുപോലെ പച്ചമുളകെല്ലാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കാന്താരി മുളകാണ്. അത് ഇതുപോലെ ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ സവാള ഒന്ന് തിരുമ്മിയാണ് ഇടുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഒന്ന് വിടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ബ്രൗൺ കളറാവും. അതിന് ശേഷം വീണ്ടും നമ്മൾ തക്കാളി ഇടാം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. ഇത് നമ്മുടെ വീട്ടിലുള്ളൊരു വേപ്പിലയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ വേപ്പില യൂസ് ചെയ്യുന്ന, കറിക്കുള്ള വേപ്പില എടുക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ, പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. അത് പിന്നെ നോക്കി അതിനകത്തേക്ക് വെന്ത് കഴിയുമ്പോൾ, തക്കാളിയൊക്കെ ഉടഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തിളയ്ക്കാൻ വെക്കുകയാണ്. വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഒന്ന് തക്കാളി ഉടയാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ച് ഞാൻ പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും തക്കാളി നന്നായിട്ടൊന്ന് ഉടയാം. ഇപ്പോൾ നമ്മുടെ മസാലയും അതുപോലെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ നെയ്ച്ചാള പറക്കി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ശരിക്കും ആ ഒരു വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മസാലക്കൂട്ടിലേക്ക് ഉള്ളിലേക്ക് ശരിക്കും കുഴിച്ച് വെക്കണം. അതുപോലെ തന്നെ അതിന് ശേഷം അതിൻ്റെ മസാലകളെല്ലാം അതിന് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കോരിയിടണം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കുടംപുളി. അങ്ങനെ കുടംപുളി 2 കഷ്ണം മുകളിലേക്ക് ഇട്ടു.
അതിനുശേഷം കുടംപുളിയിലെ വെള്ളം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രഷ് വേപ്പില ആദ്യം തന്നെ ഒരെണ്ണം വെച്ചു, ഒരു തണ്ട് കൂടി വേപ്പില അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ. ആ ഒരു ഭംഗി കിട്ടാൻ, ആ സ്വാദിനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിൻ്റെ തിള ഞാനെടുത്ത് മുകളിലേക്ക് ഒഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ മധുരക്കിഴങ്ങ് വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പറക്കുന്ന മധുരക്കിഴങ്ങാണ്. അപ്പോഴേക്കും നമ്മുടെ മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മത്തി പൊള്ളിച്ചതും അതുപോലെ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു രക്ഷയില്ല. കിടിലൻ ടേസ്റ്റാണ്, കിടിലോസ്കി മസ്റ്റ് ട്രൈ ഐറ്റമാണ്.